Hey guys, welcome back to my new vlog. ഇന്നത്തെ എൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ മറൈൻ ഡ്രൈവ് ഉള്ളത്. പിന്നെ അത് മാത്രമല്ല, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് പേര് നല്ല അടിച്ചു പൊളിയിലായിരിക്കും. ഞാനിവിടെ മറൈൻ ഡ്രൈവിൽ പുറത്തിങ്ങനെ നിന്നിട്ട് എനിക്ക് സഹിക്കാൻ പറ്റായിട്ടാണ് ഞാനിപ്പോൾ ബോട്ടിൽ കയറി വന്നതാണ്. ബോട്ടിൽ നിങ്ങളിപ്പോ പല വീഡിയോസും ചിലപ്പോൾ മറൈൻ ഡ്രൈവിലെ ബോട്ടിനെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇതിൽ ഞാൻ നിങ്ങൾക്ക് മറൈൻ ഡ്രൈവിൽ ബോട്ടിങ്ങിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ പറ്റുന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, പറഞ്ഞു തരാം. ഓക്കെ, അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. കാര്യം നമുക്ക് പോകുമ്പോൾ തന്നെ വീഡിയോ ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ എന്താണെന്ന് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. അപ്പൊ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുൻപായിട്ട് നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാം. അപ്പോഴേ ഞാൻ എപ്പോൾ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കാണുന്നതാണ് ബോൾഗാട്ടി ഐലൻഡ്, ബോൾഗാട്ടി പാലസ്. പണ്ട് പാലസ് ആയിരുന്നു, ഇപ്പൊ അത് KTDCന്റെ അതായത് ഗവൺമെന്റ് ഹോട്ടലാണ്. ഇത് ബോൾഗാട്ടി പാലസ് അല്ല, സോറി, ബോൾഗാട്ടി ഐലൻഡ്. അപ്പുറത്തും മറൈൻ ഡ്രൈവ്, അതേപോലെ തന്നെ നേരെ കാണുന്നത് നമ്മള് ഫോർട്ട് കൊച്ചി, തൊട്ടപ്പുറം ഓപ്പോസിറ്റ് ആയിട്ട് വൈപ്പിന്. ഇത് വല്ലാർപാട ഐലൻഡ്, വില്ലിംഗ്ടൺ ഐലൻഡ്. ഇത് മാൻമെയ്ഡ് ഐലൻഡ് ആണ്, വില്ലിംഗ്ടൺ ഐലൻഡ്. കൊച്ചി ഫുള്ളായിട്ട് ഐലൻഡുകളാണ്, എല്ലാം ഐലൻഡാണ് കേട്ടോ. അപ്പം ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ ഇപ്പൊ കാണാൻ പറ്റും ഈ മൂന്നിതല്ലേ, ഇത് ഹണിമൂൺ കോട്ടേജസ് ആണ് ഈ കാണുന്നത്. ഇതിന്റെ ബാക്ക് വശത്താണ് ശരിക്കും ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ ബോൾഗാട്ടി പാലസ്. ബോൾഗാട്ടി പാലസ് ഇതിൽ മൂവീസ് കാണുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കുറെ സിനിമയിലൊക്കെ ഈ പാലസ് കണ്ടവരുണ്ടാവും. വെള്ളി നക്ഷത്രം, അതേപോലെ തന്നെ മൈബോസ്, പിന്നെ ഏതൊക്കെയാണ്, അതെ, മൈബോസിൽ ദിലീപിന്റെ വീടായിട്ട് ഷൂട്ട് ചെയ്തത് ഇതാണ്. വെള്ളി നക്ഷത്രത്തിലും ആ ഒരു പാലസ് ആയിട്ട് ഷൂട്ട് ചെയ്തത് ഇതാണ്. അതെ, പൃഥ്വിരാജിന്റെ കൊട്ടാരം. പിന്നെ തമിഴിലെ ഓട്ടോഗ്രാഫ്. അവിടെ എന്തൊക്കെയോ പ്രോഗ്രാം ഒക്കെ നടക്കാൻ വേണ്ടി അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം പലർക്കും അറിയാം ബോൾഗാട്ടി പാലസിന്റെ ആ ഒരു ഏരിയയിൽ ഫംഗ്ഷൻസ്, ഇവന്റ്സ്, കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. അതേപോലെ തന്നെ ഇപ്പം ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. DJs കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് ആ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് അത് നടക്കുക. അത് മാത്രമല്ല, ബോൾഗാട്ടിയിൽ വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് ഇപ്പം. അതായത് നമ്മുടെ ലുലുവിന്റെ 7 സ്റ്റാർ ഗ്രാൻഡ് ഹയാത്ത് വന്നിരിക്കുന്നത് ഇപ്പം ബോൾഗാട്ടിയിൽ തന്നെയാണ്. നമ്മൾ ഈ ഒരു വൈറ്റ് കാണുന്നില്ലേ, അതാണ് ഇത്. ഈ ഐലൻഡിന്റെ പേര് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, വല്ലാർപാട് ഐലൻഡ് ആണ്. അതിൽ ആ വൈറ്റ് കാണുന്നില്ല, ഈ വൈറ്റ് ഞാൻ കാണിച്ചതില്ലേ, ഈ വൈറ്റ് ആണ്. അതായത് വല്ലാർപാടം ചർച്ച് ഒരുപാട് ആൾക്കാർക്ക്, അതായത് കൊച്ചിയിൽ നിങ്ങൾ മോസ്റ്റ്ലി എല്ലാവരും പോകുന്ന, അതായത് വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതായത് വൈപ്പിനാണ് അടുത്തേക്ക് പോവുക. അപ്പോൾ വൈപ്പിൻ വഴി, അതായത് ചെറായി ബീച്ചിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതുവഴിയാണ് മറൈൻ ഡ്രൈവിൽ നിന്ന് പോവാറ്. അപ്പോൾ പോകുന്ന വഴിക്ക് പലരും ഗ്രൂപ്പുകളായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് വിസിറ്റ് ചെയ്യുന്ന ഒരു ചർച്ച് തന്നെയാണ് വല്ലാർപാടം ചർച്ച്. പിന്നെ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ വഴിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അടുത്തെത്തുമ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് അതുവഴി അങ്ങോട്ട്. ഇത് 2 മണിക്കൂർ ട്രിപ്പാ അല്ലേ? ചിലപ്പോൾ ഞാൻ അടുത്ത ബോട്ടിൽ കയറിയിട്ട് തിരിച്ചു വരും. 2 മണിക്കൂർ എന്ന് പറഞ്ഞ ട്രിപ്പ് എന്ന് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സൈറ്റ് സീയിങ് എത്ര പ്ലേസസ് ആണ്? 7 പ്ലേസസ് സൈറ്റ് സീയിങ്ങും, പിന്നെ മട്ടാഞ്ചേരി ഐലൻഡിൽ കൊണ്ടുപോയി ഒരു 1/2 hour നിങ്ങൾക്ക് തരും. 1/2 hour അവിടെ മട്ടാഞ്ചേരി പാലസ് ഉണ്ട്, അതേപോലെ തന്നെ ജൂയിഷ് സിനഗോഗ് ഉണ്ട്. ഇതൊക്കെ കണ്ട്, ജൂയിഷ് സ്ട്രീറ്റ് ഉണ്ട്, ഇതൊക്കെ കണ്ട് അവിടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 1/2 hour തിരിച്ച് വണ്ടി കയറി കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലം കൂടി, അതായത് നമ്മുടെ ഷിപ്പ് യാർഡൊക്കെ കറക്കിയിട്ട് തിരിച്ചു കൊണ്ടുവരുന്നതാണ്. ഇപ്പൊ അവിടെ ട്രഡ്ജിങ് ഷിപ്പ് ഉണ്ട്, ആ ഷിപ്പൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എന്തായാലും ബാക്കി കാഴ്ച പോണ കഴിഞ്ഞു. ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ ഞാൻ കൂടുതലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ ഡൗട്ട് ഉണ്ടാവും, ഇതെങ്ങനെ റോഷനി ഇങ്ങനെ ഇത്രയ്ക്ക് ഇതിനെ പറ്റി അറിയാതെ. കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ വർക്ക് ചെയ്ത്, അതായത് മറൈൻ ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശരിക്ക് ഈ എറണാകുളം ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കോഴിക്കോടിനേക്കാൾ എനിക്ക് പരിചയമാണ്. കാര്യം ഞാൻ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഒരു കമ്പനി, അതായത് സാൻമേലി എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ ഞാൻ ഇവിടെ ആദ്യം വർക്ക് ചെയ്തിട്ടുണ്ട്. ആ കമ്പനിക്ക് ഇവിടെ ബോട്ട് ഉണ്ട്, ബസ് ഉണ്ട്, എല്ലാ ഹോട്ടൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മൊത്തം അറിയാം. ഒരുപാട് ട്രിപ്പിന്റെ കൂടെ പോയിട്ടുണ്ട്. അതാണ് ഞാൻ ഇത്ര ക്ലിയർ ആയിട്ട് ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു, അതായത് അറേബ്യൻ സീ എൻട്രൻസ്, ആ വഴിയാണ് നമ്മൾ പോകുന്നത്. ആ വഴിയിലേക്ക് അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് DP വേൾഡ്. DP വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിന്റെ കമ്പനിന്റെ പേരാണ് DP വേൾഡ് അല്ലേ? യെസ്. ഇപ്പൊ നമ്മൾ ഈ കാണുന്നത് സാഗർ റാണി ബോട്ടാണ് കാണുന്നത്. അതായത് പലർക്കും കൊച്ചിയിൽ വരുന്ന പലർക്കും അറിയാം, കാരണം കടലിലേക്ക് ഒരു കുറച്ച് ഏരിയയിൽ കൊണ്ടുപോകും. പക്ഷെ ഈ ബോട്ടിൽ പോയി കഴിഞ്ഞാൽ നേരെ കടലിലേക്ക് മാത്രം കൊണ്ടുപോയിട്ട് തിരിച്ചു വരിക ചെയ്യാം. ശരിക്കും ഇവിടെ ലോക്കൽ സൈറ്റ് സീയിങ്, അതായത് കൊച്ചിയുടെ സൈറ്റ് സീയിങ് കാണുന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾ ഇവിടുത്തെ ലോക്കൽ ബോട്ടുകളിൽ കയറിയിട്ട് പോകണം. എന്നിട്ടാണ് ഇത് മൊത്തം കറങ്ങാൻ പറ്റുക. ഫാമിലിയുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ അല്ലാതെ വരുമ്പോഴൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് താഴെ DJക്കുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പൊ അതാ നമ്മുടെ DP വേൾഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് അടുത്ത സാഗർ റാണി ഒന്നും കൂടെ വരുന്നുണ്ട്. രാവിലെ വൈകുന്നേരം ഒരു ട്രിപ്പ് ഉണ്ടാവും. നമ്മളിപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലാണ്. ഇത് ഷിപ്പിൽ നിന്ന്, അതായത് ഇതൊക്കെ റോബോട്ട്സ് ആണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. ഇതൊക്കെ മൊത്തത്തിൽ ഫുൾ ആൻഡ് ഫുള്ളി മൂവ് ആവും. നമ്മുടെ അതായത് വല്ലാർപാടത്ത് ടെർമിനലിൽ നിന്ന് നേരെ ഇത് എടുത്തിട്ട് ഷിപ്പിലേക്ക് വെക്കുന്ന ഈ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. DP വേൾഡ് എന്നാണ് കേട്ടോ ഈ സ്ഥലത്തിന് പറയാ. ഇത് ശരിക്കും ഒരു സീ എൻട്രൻസ് ആണ്, കപ്പൽ ചാലാണ്. ഇവിടെ വീണ് കഴിഞ്ഞാൽ പിന്നെ നോക്കേ വേണ്ട, ഒരു ഉറപ്പും വേണ്ട ലൈഫ് പിന്നെ തിരിച്ചു കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു ബോട്ട് വരുന്നുണ്ട്, അപ്പൊ അതിലേക്ക് നമ്മൾ മാറി കയറാൻ പോകണം. ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞ് അപ്പൊ മാറാൻ പോവാണ് അതിലേക്ക്. ഇനി അതിൽ നിന്ന് ബാക്കി കാഴ്ചകൾ കാണാം. വേറൊരു കാര്യമുണ്ട് ഗൈസ്, നമ്മുടെ ബോട്ട് ഇവിടെ അടുപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ അതിന്റെ ആ ഒരു ചെറിയ ഗ്യാപ്പിലാണ് ഞാനിപ്പോ ഇതിൽ നിന്ന് മാറുന്നതിനെ കൊണ്ട് നമ്മുടെ ഇവിടെയാണ് ശരിക്കും DJ ഒക്കെ നടക്കുക. അപ്പോൾ പാർട്ടി ഗ്രൂപ്പുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലമാണ്. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള DJ തന്നെയാണ്. കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഈ ബോട്ടിന് ഇപ്പൊ ഞാൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ അടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരാം. എന്തായാലും നമുക്ക് കോപ്പിറൈറ്റ് അടിക്കുന്നതിനെ കൊണ്ട് സൗണ്ട് ഒന്നും ഇട്ട് കാണിച്ചു തരാൻ പറ്റില്ല. ഓക്കെ, നമ്മുടെ ബോട്ട് എത്തി. അപ്പൊ അതിലേക്ക് മാറാണ്. പോയി ബാക്കിയുള്ള സൈറ്റ് സീയിങ് ഇനി അതിൽ നിന്ന് നമുക്ക് കാണാം. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നു DP വേൾഡ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് നമ്മുടെ, അതായത് വില്ലിംഗ്ടൺ ഐലൻഡ് മാൻമെയ്ഡ് ഐലൻഡ് ആണ്. അതുപോലെ തന്നെ വേറൊരു ഷിപ്പ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഇതാ ട്രഡ്ജിങ് ഷിപ്പാണ് അവിടെ ഈ നേരെ കാണുന്നത്. അതിലിപ്പോൾ നമുക്ക് കാണാൻ പറ്റും, അത് ചളി എടുത്തിട്ട് അത് പുറത്തേക്ക് തള്ളുന്നതാണ് കാണുന്നത്. അതായത് ഇവിടെയൊക്കെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ ഷിപ്പ് ചെയ്യുന്നത്. കൊച്ചിൻ ഷിപ്പ് യാർഡും ഇന്ത്യൻ നേവിയും നമുക്ക് അവിടെയാണ് ഉള്ളത്. അതായത് നമ്മുടെ നേരെ കാണാൻ പറ്റും ആ ഭാഗത്താണ് കൊച്ചിൻ ഷിപ്പ് യാർഡൊക്കെ. അതുകൊണ്ട് തന്നെ സീ എൻട്രൻസിൽ നിന്ന് നേരെ ഷിപ്പ് വരുമ്പോൾ ഈ റൂട്ടിലൂടെ പോകുന്നത് കൊണ്ടാണ് ഈ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രഡ്ജിങ് ഷിപ്പ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനത്തെ 2 ഷിപ്പ് ഉണ്ട് അല്ലേ. നമ്മുടെ നേരെ മട്ടാഞ്ചേരിയിലേക്ക് അടുക്കാനായിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ ആ നേരെ കാണുന്ന സ്ഥലത്താണ് നമ്മൾ ശരിക്ക് ബോട്ട് ഇവിടെയാണ് നിർത്തുക. അതേപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് വില്ലിംഗ്ടൺ ഐലൻഡിൻ്റെ ചരക്കുകൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഇമ്പോർട്ട് ചെയ്യുന്നതും ഭാഗങ്ങളാണ്. അതായത് വന്ന് കൊണ്ടുവന്നൊക്കെ ഇറക്കുന്നതാണ്. ഗുഡ്സ് ഇവിടെ വന്നിട്ട് ഇറക്കും. അതുപോലെ തന്നെ നമ്മുടെ അൾട്രാടെക് സിമെൻറ്റിൻ്റെ ഒരു ഫാക്ടറി അല്ല, അതിൻ്റെ ഒരു സ്റ്റോറേജ് അല്ലേ, ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ചരക്ക് കപ്പൽസ് കാര്യങ്ങളൊക്കെ ഷിപ്പുകളൊക്കെ വരിക. നമ്മളിത് അങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് മട്ടാഞ്ചേരി. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ബോട്ടല്ല, ഇതൊരു ട്രഡീഷണൽ ബോട്ടാണ്. അതായത് നമ്മുടെ കമ്പനീൻ്റെ ട്രഡീഷണൽ ബോട്ടാണ്. രാജേട്ടാ ഒരു ഹായ് പറഞ്ഞു. ഹായ്. ഇത് വേറെ ചെറിയ പിള്ളേരാണ് കേട്ടോ ഈ ട്രിപ്പിൽ കൊണ്ടുപോകുന്നത്. അപ്പർ ഡെക്കിലാണുള്ളത്. ഓക്കെ, എന്തായാലും നമുക്ക് ബാക്കി അവിടുന്ന് കാഴ്ചകൾ കാണാം.
അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും ഈ വലിയ ഷിപ്പിന്റെ അടുത്ത് തന്നെ ഒരു ബ്ലാക്ക് കളറുള്ളത്, അത് ടെഗ് എന്നാണ് ഇതിന് പറയുക. അത് എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഷിപ്പ് അടുക്കുമ്പോഴും ഇത് ആങ്കർ ഇട്ട് നിർത്തി കഴിഞ്ഞിട്ട് അത് എടുത്തു പോകാൻ വേണ്ടിയിട്ടും ഈ ഷിപ്പാണ് അതായത് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മളിപ്പോൾ ഒരാളെ തള്ളിയൊക്കെ വിടില്ലേ, അതേപോലെ നമ്മുടെ പുഷ് ചെയ്യലും ഇത് തിരിക്കലൊക്കെ ഈ ടഗ് വന്നിട്ടാണ് തിരിക്കുക. കാര്യം കരയിലാവുമ്പോൾ ഇങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ. കാരണം ഷിപ്പിന് തന്നെ കറക്റ്റ് വളഞ്ഞു വരണമെന്നുണ്ടെങ്കിൽ കുറേ സ്പേസ് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതേപോലുള്ള ടെഗുകൾ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചിട്ടാണ് ഇത് കറക്റ്റ് ഓരോ പൊസിഷനും ചേഞ്ച് ചെയ്ത് കൊടുക്കാറ്. അപ്പോൾ ടെഗാണ് നമ്മൾ നേരെ മുന്നിൽ കാണുന്നത്, അല്ലാതെ അത് ബോട്ടൊന്നുമല്ല. ഈ ഒരു പർപ്പസിന് മാത്രം യൂസ് ചെയ്യുക ചെയ്യാം. ഗൈസ്, വേറൊരു കാര്യമുണ്ട്. ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ ട്രിപ്പ് പോകാമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പം നമ്മുടെ പ്ലാന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. അതായത് ഒന്നുമില്ല, ഞാൻ വേറെ ബോട്ടിലേക്ക് മാറില്ല. ആ ബോട്ട് നേരെ ഷിപ്പ്യാർഡ് എനിക്ക് കാണിക്കാനുണ്ടായിരുന്നു, അത് നേരെ പോയത്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, നമ്മുടെ കമ്പനി ബോട്ടുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇപ്പോൾ വന്നത് ഒരു ട്രഡീഷണൽ ടൈപ്പ് ഓഫ് ബോട്ടാണ്, നമ്മുടെ മുദ്ര ബോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ബോട്ടിലാണ് വന്നിട്ടുള്ളത്. അത് പല പല ആൾക്കാർക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സിനനുസരിച്ചുള്ള, ഇപ്പം ചെറിയ ഫാമിലി വന്ന ചെറിയ ഫാമിലിക്ക്, അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പായിട്ട് വന്ന ഗ്രൂപ്പിന്, നിങ്ങൾ വലിയ ഫാമിലി ആയിട്ടാണ് വരുന്നത്, അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ബോട്ട് എടുക്കാം. ആ ഒരു സൈസിലുള്ള ബോട്ട് ഉണ്ട്. അപ്പോൾ ട്രഡീഷണൽ ആ ഒരു ടൈപ്പ് ബോട്ടിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ 2 മണിക്കൂറിലെ ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ 1 മണിക്കൂറിൻ്റെ 2 മണിക്കൂറിൻ്റെ 3 മണിക്കൂറിന് ഇങ്ങനെ പല ട്രിപ്പുണ്ട്. 1 ഡേ ട്രിപ്പ് വരെ ഉണ്ട്. കാരണം 1 ഡേ ട്രിപ്പൊക്കെ എടുക്കാന്ന് പറഞ്ഞാൽ ഫുഡ് അടക്കം കയറ്റിയിട്ടുള്ള ട്രിപ്പായിരിക്കും. ബാക്ക് വാട്ടറൊക്കെ പോയിട്ട് കഴിക്കും. നല്ല ആലപ്പുഴനെക്കാട്ടി അടിപൊളി ബാക്ക് വാട്ടർ നമ്മൾ കൊച്ചിയിൽ തന്നെ ഉണ്ട്. പലർക്കും അത് അറിയില്ല, അങ്ങനെയൊക്കെ സംഭവം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പോകാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പം മട്ടാഞ്ചേരിയിൽ 2 മണിക്കൂറിലെ ട്രിപ്പാണ് ഇപ്പോഴത്തെ പാർട്ടി ആയിട്ട് വന്നിട്ടുള്ളത്. അതിൽ 1/2 മണിക്കൂർ മട്ടാഞ്ചേരിയിൽ കൊടുക്കും. അപ്പോൾ മട്ടാഞ്ചേരിയിൽ ഒരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഉള്ളിൽ പോയിട്ട്, അത് നമ്മൾ ഇതിലിടുന്നില്ല, അടുത്ത വീഡിയോയിലുണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മുടെ ഗസ്റ്റൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ചെറിയ പിള്ളേരാണ്, കുഞ്ഞി പിള്ളേരാണ്. എനിക്ക് തോന്നുന്നു ഒരു 5ാം ക്ലാസ് ഒക്കെ 4ാം ക്ലാസ് 5ാം ക്ലാസ്സിലുള്ള പിള്ളേരാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അവരുടെ കൂടെ ഹാഫ് ആൻ അവർ കഴിഞ്ഞ് ഈ പാലസൊക്കെ കഴിഞ്ഞിട്ട് കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ച് വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ മറൈൻ ഡ്രൈവിലേക്ക് ഷിപ്പ്യാർഡൊക്കെ വഴി കറങ്ങിയിട്ടില്ലാകും. ഷിപ്പ്യാർഡിലേക്ക് പോകും ബൈ. അപ്പോൾ ഷിപ്പ്യാർഡൊക്കെ കറങ്ങിയിട്ട് നമ്മൾ തിരിച്ച് മറൈൻ ഡ്രൈവിലേക്ക് പോകുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ബോട്ടിലേക്ക് പോകാം. അങ്ങനെ നമ്മളെ താജില്ലേ, അതായത് വിവാന്ത ബൈ താജ്, കൊച്ചിയുടെ താജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വില്ലിംഗ്ടൺ ഐലൻഡിലാണ് താജ് ഉള്ളത്. താജ് നമുക്കിപ്പോൾ താജിന്റെ ഫ്രണ്ടിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. താജ് നേരെ അതിന്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ആ ബിൽഡിംഗ് കാണുന്നില്ലേ, അതാണ് കൊച്ചിൻ പോർട്ട് കൺട്രോൾ റൂം ഓഫീസ്. അതായത് ബോട്ടും ഷിപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ നിന്ന് കൺട്രോൾ ചെയ്യാൻ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു കൊടുക്കില്ല, അവിടെ നല്ല ഡയറക്ഷനൊക്കെ കൊടുക്കാൻ പറ്റുന്നത്. നമ്മള് നേരെ കാണുന്നുണ്ടാവും ആ ബിൽഡിങ്ങിന്റെ, അതായത് ഒരു ബ്ലാക്ക് ബിൽഡിങ്ങിന്റെ തൊട്ടപ്പുറത്തായിട്ട് കണ്ടില്ല, നമ്മുടെ ബ്ലാക്ക് ബിൽഡിങ്ങിന്റെ ആ ഒരു തൊട്ടപ്പുറത്തായിട്ട് കാണുന്നതാണ് നമ്മുടെ കേരള ഹൈക്കോർട്ടാണ് ആ കാണുന്നത്. ഇത് മറൈൻ ഡ്രൈവ് ഭാഗങ്ങൾ, അതായത് നമ്മൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ്. നമ്മൾ ബോട്ടുകളൊക്കെ ആ ഭാഗത്താണ് ഉള്ളത്. അപ്പം റെയിൻബോ ബ്രിഡ്ജിന്റെ അടുത്താണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും ഇപ്പോൾ ഫ്രണ്ടിലൊരു ഷിപ്പ് കാണുന്നുണ്ട്. ആ ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാങ്കർ ഷിപ്പാണ്. അതായത് പുറത്തുനിന്നൊക്കെ ക്രൂഡ് ഓയിൽ കൊണ്ടുവന്നിട്ട് ഈ പൈപ്പ് ലൈനാണ് നമ്മൾ നേരെ കാണുന്നത്. അത് കാക്കനാടുള്ള കൊച്ചിൻ റിഫൈനറിയിലേക്കാണ് ഈ കാണുന്ന പൈപ്പ് ലൈനിലൂടെ നേരെ പോകും. 22.5 കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന പൈപ്പ് ലൈനാണത്. അതേപോലെ തന്നെ നമ്മൾ നേരെ കാണുന്നതാണ് അവിടെ ഒരു പൈപ്പ് ലൈൻ ഉണ്ട്. അതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മണ്ണെണ്ണയും ഡീസലൊക്കെ അല്ലേ, ഡീസലും പെട്രോളൊക്കെ തിരിച്ചിറക്കാൻ വേണ്ടിയിട്ടാണ് ആ പൈപ്പ് ലൈൻ കാണുന്നത്. അതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡ്. അതുപോലെ തന്നെ ഷിപ്പ്യാർഡിൽ ഇപ്പം വിക്രാന്തൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നമുക്ക് നേരെ കാണാൻ പറ്റും. 1 മണിക്കൂർ 2 മണിക്കൂറത്തെ ട്രിപ്പിലൊക്കെ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറൊക്കെ കാണുന്നുണ്ടെങ്കിലാണ് ഈ സ്ഥലങ്ങളൊക്കെ മൊത്തം സൈറ്റ് സീയിങ്ങും കവർ ചെയ്ത് വരിക. ഇപ്പം നമ്മുടെ 2 മണിക്കൂർ ട്രിപ്പാണ്. 2 മണിക്കൂർ നമ്മളിപ്പോൾ നമ്മൾ മട്ടാഞ്ചേരി പോയി, അത് കഴിഞ്ഞ് ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡൊക്കെ കറങ്ങി. അതിൻ്റെ ഈ ഭാഗത്ത് കാണുന്നത് ഫെറി ജെട്ടിയാണ് നമ്മൾ കാണുന്നത്. അതായത് ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരിയിലൊക്കെ പോകാനുള്ള ഫെറി ജെട്ടി. ഇങ്ങനെ ഈ ഒരു
ഷിപ്പ്യാർഡിന്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് ഷിപ്പ്യാർഡിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ നേവിയുടെ, അത് നേവൽ ബേസ് ആണ് കാണുന്നത്. ഇന്ത്യൻ നേവിയുടെ ഷിപ്പൊക്കെ അവിടെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് നേരെ ഇവിടെ കാണാൻ പറ്റും, അത് സൾഫർ ഫാക്ടറിയാണ് കാണുന്നത്. നമ്മുടെ 2 മണിക്കൂറാണ് ഇപ്പോൾ ആയതെന്നുള്ളതിനെ കൊണ്ടും പിന്നെ ഇപ്പോൾ വെള്ളത്തിൻ്റെ ഒരു വലിവനുസരിച്ച് നമ്മളിപ്പോൾ ഇവിടുന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് കണ്ട് പോയിട്ട് നേരെ വളയ്ക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഒരു 2 മണിക്കൂറൊക്കെ ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ കൊച്ചിൻ്റെ ലോക്കൽ കാര്യങ്ങളും സൈറ്റ് സീയിങ് ഒക്കെ കണ്ട് എൻജോയ് ചെയ്ത് തിരിച്ചു വരാവുന്നതാണ്. താഴത്ത് പാട്ടും ഡാൻസും ഒക്കെ നടക്കുന്നുണ്ട്. നമുക്കത് ഡാൻസ് ഒന്നും എടുക്കാൻ പറ്റില്ല, കാര്യം എന്താണെന്ന് പറഞ്ഞാൽ കോപ്പിറൈറ്റ് അടിക്കും. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇതുപോലെ ഇങ്ങനെ കറങ്ങിയിട്ട് നേരെ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, 1, 2, 3ാമത്തെ ബോട്ടാണിത്. നമ്മുടെ ബോട്ട് തന്നെയാണ് ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞിരുന്നില്ല, ഒരു 4, 5 എൻ്റെ ഊഹം ശരി തന്നെയാണ്. 4ാം ക്ലാസ്സിലെ പിള്ളേരാണ്, പാലക്കാട് നിന്നുള്ള പിള്ളേരാണ്. സാറ് പറഞ്ഞിട്ട് പല്ലശ്ശേന എന്ന് പറഞ്ഞിട്ട് പാലക്കാട് പല്ലശ്ശേന എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തുള്ള പിള്ളേരാണ്. ടീച്ചേഴ്സും ഫാക്കൽറ്റീസും പിന്നെ ആരൊക്കെയാണ്? കുറച്ച് പാരന്റ്സും കാര്യങ്ങളും സമയക്കാണ് വന്നിട്ടുള്ളത്. എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ്? അടിപൊളിയായിരുന്നോ? നല്ല ഡാൻസ് ചെയ്തിട്ടോ. വേറൊരു കാര്യം പറയാനുള്ളത് പറഞ്ഞാൽ, നമ്മുടെ അവിടുന്ന് മട്ടാഞ്ചേരിയിൽ നിന്ന് വരുന്ന ടൈമില് വേറൊരു ബോട്ടിൽ തമിഴ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവര് കുറച്ച് സൗണ്ട് ഉണ്ടാക്കിയപ്പോ നമ്മുടെ ഇവരെ കുറച്ചൊരു സൗണ്ട് ഉണ്ടാക്കി. ആ ടൈമിൽ ഇവര് റിയാക്ട് ചെയ്തത് അതിനനുസരിച്ച് അവരെ ഡബിൾ സൗണ്ട് ഉണ്ടാക്കിയിട്ട് അവരെ തോൽപ്പിച്ചു വിട്ടില്ലേ? ഈ എനർജി, അതായത് ചെറുപ്പത്തിന്റെ എനർജിയാണ് അടിപൊളി. അപ്പൊ അടിച്ചുപൊളിച്ചില്ല? ഓക്കെ ഗൈസ്, അപ്പം 3 ബോട്ടിൽ മാറിയിട്ടാണ് ഇപ്പം നമ്മൾ ഇത് മൊത്തം കംപ്ലീറ്റ് ചെയ്തത്. എന്തായാലും നിങ്ങൾക്ക് 3 ടൈപ്പ് ബോട്ട് കുറച്ചായിട്ട് കാണിച്ചു തരാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ചെറിയ ഒരു 3-4 പേര് വരാനുള്ള ഫാമിലി വരികയാണെന്നുണ്ടെങ്കിലും ഒക്കെ പോകാൻ പറ്റിയ ബോട്ടുകളൊക്കെ ഉണ്ട്. എല്ലാ കാറ്റഗറി, വലിയ ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ 100 പേരാണെന്നുണ്ടെങ്കിൽ 50 പേരാണെന്നുണ്ടെങ്കിൽ 40 പേരോ 30 പേരോ 20 പേരോ 4 പേരോ 2 പേരോ ആണെന്നുണ്ടെങ്കിലും ഒക്കെ കൊടുക്കാൻ പറ്റിയ ബോട്ടുകളുണ്ട് നമ്മുടെ കമ്പനിക്ക്. അപ്പോൾ എന്തായാലും ഞാനിപ്പം നമ്പർ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം, വീഡിയോൻ്റെ ഇവിടെയും കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബോട്ടിങ് പോകാൻ താല്പര്യം, അതായത് കൊച്ചിയിലേക്ക് ഒരു ബോട്ടിങ്ങിനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വിത്ത് ഫുഡുള്ള ട്രിപ്പ് വരെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക, അതായത് ബുക്കിങ്ങിനായിട്ട് കോൺടാക്ട് ചെയ്യുക. ഡിസ്കൗണ്ടഡ് പ്രൈസസിൽ നമുക്ക് തരാം, നല്ല അടിപൊളി ബെസ്റ്റ് റേറ്റിൽ തന്നെ തരാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതേപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തെത്തിക്കുക. മാക്സിമം ഷെയർ ചെയ്ത് ഫ്രണ്ട്സിലേക്ക് എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത നല്ല പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരിക്കും. ദിസ് ഈസ് മീ റോഷൻ, സൈനിങ് ഔട്ട്.